ക്രിക്കറ്റ് നമ്മളെല്ലാവരെ പോലെ സ്കൂളിൽ നമ്മൾ ടെന്നീസ് ബോളും കളിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ കേരളത്തിനൊരു പ്രൊഫഷണൽ ടീമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് വരേണ്ടത്. നമുക്ക് ഒബ്വിയസ്ലി ഞാനൊരു ഇടുക്കിക്കാരനായതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. ഫസ്റ്റ് ഞാൻ ഫുട്ബോളിൻ്റെ ട്രയൽസിനാണ് ഞാൻ ശരിക്കും പോയിട്ടുള്ളത്. അപ്പോൾ ഇടുക്കിയുടെ ഒരു ഡിസ്ട്രിക്ട് ക്യാമ്പിലൊക്കെ സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ നമ്മൾ കളിച്ച ഗ്രൗണ്ടിൻ്റെ വേറൊരു സ്കൂൾ ഗ്രൗണ്ടിൽ ഈ ക്രിക്കറ്റിൻ്റെ ഒരു സെലക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞത്. അപ്പം അണ്ടർ 13 നമ്മൾ ഫസ്റ്റ് ഒരു സെലക്ഷൻ കിട്ടുന്നത് ഇടുക്കി ടീമിൻ്റെ. അപ്പം ഫസ്റ്റ് തന്നെ ഇടുക്കി ടീമിൻ്റെ ക്യാപ്റ്റനായി. അപ്പം അങ്ങനെയാണ് പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ എല്ലാം കാറ്റഗറി ഉണ്ട്. അണ്ടർ 13 മുതൽ അണ്ടർ 15, അണ്ടർ 17, 19, 22. അപ്പോൾ 22 എനിക്ക് ഡബിൾ സെഞ്ചുറി അടിച്ചിട്ടാണ് ഞാൻ കേരള സീനിയർ ടീമിൽ 2009 സെലക്ഷൻ കിട്ടുന്നത്. ടീം ശരിക്കും ഒരു ടീം ബിൽഡ് ചെയ്യണം തൊട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾക്ക് ഏതൊക്കെ പ്ലേയേഴ്സിനെയാണ് വേണ്ടതെന്നുള്ള കാര്യം. പിന്നെ ഇവർ റിക്വസ്റ്റ് ചെയ്തു, നമ്മുടെ സച്ചിൻ ബേബി തന്നെ ഐക്കൺ പ്ലെയറായിട്ട് വരണം. പിന്നെ ശ്രീബായും നമ്മുടെ ടീമിൻ്റെ മെൻറ്ററായിട്ടുള്ളപ്പോഴത്തേക്കും പിന്നെ ഞാൻ ഡബിൾ ഇതിൽ പറയുമായിരുന്നു. അപ്പോൾ കാരണം ഇതിൽ എക്സ്പീരിയൻസ് വേണം, നമ്മൾ ആ ഒരു യൂത്ത് കുറച്ച് പ്ലേയേഴ്സ് വേണം, നല്ല സ്പിന്നേഴ്സ് വേണം, നല്ല ഓൾറൗണ്ടേഴ്സ് വേണം. അപ്പോൾ അങ്ങനത്തെ എല്ലാം നല്ല ക്വാളിറ്റി പ്ലേയേഴ്സാണ് നമ്മൾ കിട്ടിയത്. അപ്പോൾ അതിലെല്ലാം ബെസ്റ്റും ഒരു 80% നമുക്ക് കിട്ടി. ബാക്കി 20% നമ്മുടെ ഡ്യൂട്ടിയാണ്. അവരെ നമ്മുടെ ഈ ഒരു ആസ് എ ക്യാപ്റ്റൻ അല്ലെങ്കിൽ നമ്മുടെ ശ്രീബായിയുടെ അവരൊക്കെ ഡ്യൂട്ടിയാണ് നമ്മൾ ഈ ഒരു ടീമിനെ ബിൽഡ് ചെയ്യാന്നുള്ളൊരു റോള്. അപ്പോൾ അത് അവർ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ നമ്മുടെ ഈ ഒരു സെയിൽ നന്നായിട്ട് പോകുന്നുണ്ട്. ഒബ്വിയസ്ലി നമ്മുടെ ക്വാളിറ്റി ഓഫ് പ്ലേയേഴ്സ് നമ്മുടെ ടീമിലുള്ളപ്പോഴത്തേക്കും ഒബ്വിയസ്ലി നമ്മുടെ എക്സ്പെക്റ്റേഷൻ എപ്പോഴും ഹൈ തന്നെയാണ്. അപ്പോൾ സോ ഫാർ സോ ഗുഡ്. ഇത് നമുക്ക് ഞാൻ ഓൾവേസ് ബിലീവ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വി ഷുഡ് ടേക്ക് കെയർ. സോ റെസ്റ്റ് എവറിത്തിങ് വിൽ ഹാപ്പൻ. ഇപ്പോൾ ഞാൻ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ വർഷം ഞാൻ ഇന്ത്യയിൽ നമ്പർ 2nd ഹയസ്റ്റ് റൺ ഗെറ്ററാണ്. ഒബ്വിയസ്ലി ഐ വാണ്ട് ടു ബി ഇൻ ദ ദുലീപ് ട്രോഫി ടീം. പക്ഷേ ഇറ്റ്സ് നോട്ട് ഇൻ അവർ കൺട്രോൾ, ഇറ്റ്സ് ദെയർ കോൾ. സോ എൻ്റെ തിങ് എന്ന് വെച്ചാൽ കീപ് സ്കോറിങ് റൺസ് എന്നുള്ള ആ ഒരു കാര്യമാണ്. സോ വാട്ട് എവർ ഈസ് ദെയർ ഫോർ മീ, ഇറ്റ് വിൽ ബി ദെയർ ഫോർ മീ ഓൾവേസ്. സോ അങ്ങനെ ഞാൻ ബിലീവ് ചെയ്യുന്നു. ഞാൻ കളിച്ച ടീമിലെല്ലാം നമ്മുടെ ഒരു സ്റ്റാർ സെറ്റഡ് പ്ലേയേഴ്സ് ആയിരുന്നു. ഇപ്പോൾ RCBയിൽ പറയുകയാണെങ്കിൽ അവിടെ വിരാട് കോഹ്ലി, AP de Villiers, ക്രിസ് ഗെയിൽ, അപ്പോൾ അവരുടെ കളിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടി. രാജസ്ഥാൻ റോയൽസിൽ രാഹുൽ സർ ഉണ്ടായിരുന്നു, അജിങ്ക്യ രഹാനെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ക്വാളിറ്റി പ്ലേയേഴ്സിനോട് കളിക്കാൻ പറ്റി. ഇപ്പോൾ അവരുടെ പ്രിപ്പറേഷൻ ആയിക്കോട്ടെ, റൂട്ടീൻസ് ആയിക്കോട്ടെ, അതൊക്കെ നല്ല രീതിയിൽ നമുക്ക് അടുത്ത് നിന്ന് കാണാൻ പറ്റി. സച്ചിൻ ടെണ്ടുൽക്കറിനോട് കളിക്കാനുള്ള ഭാഗ്യം കിട്ടി. അപ്പോൾ അതൊക്കെ എൻ്റെ ഒരു കരിയറിലെ വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ കാണുന്നു.